ചേട്ടാ ചേട്ടാ ആ ദേ ആ കിഷോറിന് കാര്യങ്ങളൊക്കെ അറിയാലോ, പത്രപ്രവർത്തനല്ലേ. ഐ വാണ്ട് നോ വൈ യു ആർ ഹിയർ. വാട്ട്സ് ദ പ്രോബ്ലം? പ്രോബ്ലം നിങ്ങൾക്കല്ല, ഞങ്ങൾക്ക്. ആ കൊടും കുറ്റവാളി നരേന്ദ്രൻ തമ്പിയെ ഇതുവരെ പിടികിട്ടിട്ടില്ല. അത് തന്നെ പ്രോബ്ലം. ഓക്കെ, അതിന് എന്റെ വീട്ടിലെന്താ കാര്യം? ആ കുറ്റവാളിയുടെ ഭാര്യയും മകളും താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെയല്ലേ. അപ്പോ പിന്നെ ഞങ്ങൾ എവിടെ പോവാനാ? സത്യം പറ കിഷോറെ, അയാൾ എവിടെയുണ്ട്? അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അകത്ത് കയറി നോക്കടോ. കട്ടിലിനടിയിലോ കുളിമുറിയിലോ എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്ന് അരിച്ചു പറക്ക്. മനോജ്, 1 മിനിറ്റ്. ഇതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? സെർച്ച് വാറന്റ്. അതൊക്കെ വേണമെന്ന് വെച്ചാ നിൽക്കുന്ന നിൽപ്പിലുണ്ടാവും. കിഷോറെ കാണണോ? അത് വേണ്ട, നമ്മൾ സഹകരിച്ചു പോകുന്നതല്ലേ നല്ലത്. എന്റെ വീട്ടിൽ സെർച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. ജയിലിൽ ചാടിയ ഒരു കൊലപാതകയെ തേടിയാ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും അഭയം കൊടുത്തതുപോലെ അയാൾക്കും നിങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം. അത്തരം വിഡിത്തരൊന്നും ഞാൻ കാണിക്കില്ല മനോജ്. നിങ്ങൾ സഹകരിക്കുകയോ ഇല്ലയോ എനിക്കതറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് രാജ്യത്തോടും ജനങ്ങളോടുമാണോ പ്രതിബദ്ധത, അതോ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനോടാണോ? ശരി, നിങ്ങളുടെ തിരച്ചിൽ നടക്കട്ടെ. കേറി നോക്കണോ? കിഷോറിന് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പിടിപാടുണ്ടെന്ന് എനിക്കറിയാം. മേൽ ഓഫീസർമാരെ ആരെയും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവരാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അവിടെ ആരുമില്ല സർ. ഈ ഭാഗത്തും ആരുമില്ല സർ. ശരി, ഞങ്ങളിപ്പോ പോകുന്നു. എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ അയാളെ പൊക്കും. മുംബൈയിൽ അയാൾ ബിരുദനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഓർത്തോ, ഇത് കേരളമാണ്. സർ, ആ ഫോൺ ഇങ്ങ് തിരിച്ചു തരുമോ സർ? സോറി, യു ഓൾ ആർ അണ്ടർ സർവൈലൻസ്. ബി കെയർഫുൾ. കിഷോർ, നിങ്ങളും. സർ,
സാറ് വിളിപ്പിച്ച സ്ത്രീ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടർ വൈഫല്ലേ? അതെ സാർ. വരാൻ പറയൂ. യെസ് സാർ. സാർ, വരൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഇരിക്കൂ. എങ്ങനെയാ വന്നത്? കാറിൽ. തനിയെ ഡ്രൈവ് ചെയ്ത് വന്നോ? അതെ, മിക്കപ്പോഴും ഞാൻ തനിയെ ഡ്രൈവ് ചെയ്താ ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. ബാങ്കിലാ ജോലിയല്ലേ? അതെ. ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, കൂട്ടുകാരി കാറിലിരിപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ പേടി തോന്നിയോ? ഇല്ല, ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നരേന്ദ്രൻ തമ്പിയുടെ ജയിൽ ബ്രേക്കുമായി ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ഭാര്യയും മോളും ഞങ്ങളുടെ വീട്ടിലാണല്ലോ താമസം. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. നരേന്ദ്രൻ തമ്പിക്കും വൈഫിനും സപ്പോർട്ടാണോ നിങ്ങൾ? നിങ്ങളുടെ ഭർത്താവ് അവരെ ഗാർഡ് ചെയ്യുന്നു ഞങ്ങൾക്കറിയാം. എന്റെ യാതൊരു സപ്പോർട്ടും അവർക്കില്ല എന്ന് മാത്രമല്ല, എനിക്ക് അവരെ ആരെ ഇഷ്ടവുമല്ല. വീട്ടിൽ നിന്ന് എത്രയും വേഗം താമസം മാറ്റാൻ അവരോട് ആവശ്യപ്പെട്ടിരിക്കുക. എനിക്കിഷ്ടമല്ല എന്റെ വീട്ടിൽ കൂടെ കൂടെ പോലീസ് കയറി ഇറങ്ങുന്നത്. അതാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. സത്യം പറഞ്ഞ മിസ്സസ് കിഷോറിനോട് ഒരു ഫേവർ ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും മകളെയും നിങ്ങളുടെ വീട്ടിൽ തുടർന്നും താമസിക്കാൻ അനുവദിക്കണം. അത് ഞങ്ങൾക്ക് വലിയ ശല്യോട്ട് വരും സർ. ഇപ്പോഴേ അവരെ കൊണ്ട് ഞാൻ വല്ലാതെ ഇറിറ്റേറ്റഡ് ആണ്. 2 കൊലപാതകം ചെയ്ത ആളാണ് നരേന്ദ്രൻ തമ്പി. അതിലൊന്നൊരു സ്ത്രീയാ. അയാൾ അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചൂടല്ലോ. അയാളുടെ ഭാര്യയും മകളെയും വീട്ടിൽ താമസിപ്പിച്ചതുകൊണ്ട് എന്താ മെച്ചം? നരേന്ദ്രൻ തമ്പി ഭാര്യയും മകളെയും കാണാൻ എപ്പോഴെങ്കിലും അവിടെ വരാതിരിക്കില്ല. പോലീസ് നിങ്ങളുടെ വീട് വാച്ച് ചെയ്യുന്നുണ്ട്, രാത്രിയും പകലും. പക്ഷെ പുറമേ നിന്ന് ആർക്കും ഒരു സംശയം തോന്നാത്ത വിധത്തിലാ പോലീസ് നിരീക്ഷണം. അവരവിടെ നിന്ന് താമസം മാറ്റിയാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് സൗകര്യം കിട്ടിയെന്ന് വരില്ല. പോലീസിന് അത്ര പെട്ടെന്ന് വളഞ്ഞു പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കായിരിക്കില്ല അവർ താമസം മാറ്റുന്നത്. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ റോള് പറഞ്ഞില്ല. അവരവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് നിരുത്സാഹപ്പെടുത്തണം. ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിച്ചോ എന്ന് അവരെ പ്രേരിപ്പിക്കണം. പിന്നെ അവരോട് സ്നേഹം ഭാവിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രൻ തമ്പിയെ പറ്റിയുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതൊന്നും എന്നോട് പറയുന്നു തോന്നുന്നില്ല. നമ്മൾ അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ അവർക്ക് നിങ്ങളല്ലാതെ ആരും തുണയില്ല. അല്പം സ്നേഹവും അനുകമ്പയും ഭാവിച്ചാൽ അവർ നിങ്ങളോട് ചേർന്ന് നിൽക്കും. പല രഹസ്യങ്ങളും പങ്കുവച്ചു എന്നും വരും. എന്ത് രഹസ്യങ്ങൾ? തമ്പി ഇപ്പോൾ എവിടെ ഒളിവിൽ കഴിയുന്നുണ്ട്. നിങ്ങളുടെ വീടുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരിക്കും അയാളുടെ ഒളിത്താവളം. അവർക്ക് തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. അത്രയ്ക്കും നിങ്ങൾ തമ്പിയുടെ വൈഫുമായി അടുക്കണം. പതുക്കെ പതുക്കെ നരേന്ദ്രൻ തമ്പിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കണം. അയാളുടെ ഒളിത്താവളം, അയാളുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ, അയാളുടെ ഭാര്യയുമായുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു, ഇതെല്ലാം പതിയെ പതിയെ പിടിച്ചെടുക്കണം. എനിക്ക് തോന്നുന്നില്ല നരേന്ദ്രന്റെ ഭാര്യ എന്തെങ്കിലും സൂചന തരുമെന്ന്. അവരോട് അത്രയ്ക്ക് സ്നേഹം ഭാവിക്കണം. അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ രക്ഷപ്പെട്ടു. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ശ്രമിക്കാം സർ. അങ്ങനെ തമ്പിയെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായും നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. തക്കതായ പാരിതോഷികം തരികയും ചെയ്യും. ശ്രമിച്ചു നോക്കാം സർ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള ചില നമ്പറുകൾ തരാം. ദാ, ഇതിലുള്ള ഏത് നമ്പറിലും ഞങ്ങളെ വിളിക്കാം. സമയവും കാലവും ഒന്നും നോക്കണ്ട. ഏത് പാതിരാത്രിക്കും വിളിക്കാം. ശരി സർ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സർ. ശരി. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. താങ്ക് യു. മാഡത്തിന്റെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവിടൂ. ശരി സാർ. ചെന്നോളൂ.
വെയിറ്റ് ചെയ്യുക. കുറെ നേരമായി അർജുനേട്ട വന്നിട്ട്? ഒരു 10 മിനിറ്റായി കാണും, അത്രേ ഉള്ളൂ. എന്റെ ഫോണെല്ലാം പോലീസ് ടാപ്പ് ചെയ്യുന്നുണ്ട്. അതാ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളും വിളിക്കായിരുന്നേ. അത് നന്നായി. നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിക്കണം. പോലീസ് ഇതുവരെ നിങ്ങളെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. ഏത് നിമിഷവും അതുണ്ടാവും. അദ്ദേഹത്തിന്റെ അടുപ്പക്കാരൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷിനെ അവർക്കത്ര പിടിയില്ല. പക്ഷെ നമ്മൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാം. അർജുനേട്ടൻ പേഴ്സണൽ മാനേജർ ആയിരുന്നു എന്ന് അവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും പോലീസ് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. എന്റെ പോക്കും വരവും എല്ലാം അവർ നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ ഒത്തുകൂടിയത് തന്നെ കമ്പനി കാര്യങ്ങൾ സംസാരിക്കാനാ. അത് ശരിയാ. അദ്ദേഹം ഒരുപക്ഷെ സുധീഷിനെ തേടി വന്നേക്കാം. അത് ഏത് വേഷത്തിലും രൂപത്തിലുമാണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. സുധീഷിന് യാതൊരു കുഴപ്പം ഉണ്ടാവാത്ത വിധം അത്ര സേഫായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടേ വരൂ. വന്നു കഴിഞ്ഞാൽ സഹായിക്കണേ സുധീഷെ. ഞാനതൊക്കെ കരുതിയിരിക്കുന്നേ. എന്നെ പോലീസ് പിടിച്ച അല്ലെങ്കിൽ ചോദ്യം ചെയ്ത ആരൊക്കെ ഇടപെടണം, ആര് ജാമ്യം നിൽക്കണം, ഏത് വക്കീൽ കേസ് ഏറ്റെടുക്കണം എന്നൊക്കെ ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നരേന്ദ്രൻ തമ്പി തടവ് ചാടിയെന്ന് കേട്ടതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു. നന്നായി. അർജുനേട്ടനോ? എന്റെ കാര്യം അമ്മൂന് അറിയാലോ. വന്നാ വരുന്നിടത്ത് വെച്ച് കാണുകയെന്നല്ലാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. എനിക്ക് പേടിയുമില്ല. അർജുനേട്ടനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ലാന്ന് കരുതണ്ട, ഞാനുണ്ട്. അമ്മു, നിന്നെ ആര് സംരക്ഷിക്കും എന്നുള്ളതാ ഞങ്ങളുടെ വേവലാതി. പോലീസ് എന്തായാലും നമ്മളെ ഇട്ട് കുറെ വലയ്ക്കും. അത് സഹിച്ചേ പറ്റൂ. തമ്പി സാറിന്റെ ഭാഗത്തുനിന്ന് അമ്മൂന് എന്തെങ്കിലും സിഗ്നൽ കിട്ടിയോ? എവിടെ ഉണ്ടെന്നോ എപ്പോ കാണുന്നോലും? ഒന്നുമില്ല അർജുനേട്ടാ. എന്റെ സംശയം മുംബൈക്ക് പോയിരിക്കുമെന്നാ. അവിടെ അദ്ദേഹത്തിനൊരു പരിചയമുണ്ടല്ലോ. ഇവിടുത്തെ പോലീസിന് അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിക്കലും അത്ര എളുപ്പമല്ല. അവിടെ ചെന്ന് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാവും ഇങ്ങോട്ടുള്ള വരവല്ലേ? അതിനാണ് സാധ്യത കൂടുതൽ. ഇനി എന്തായാലും പോലീസിന് പിടികൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇവിടെ തോറ്റാൽ എല്ലാം തകരും. ശത്രുക്കളെല്ലാം ഒന്ന് വരണ്ടിട്ടുണ്ട്. നരേന്ദ്രൻ തമ്പി ജയിലിൽ ചാടിയെന്ന് അറിഞ്ഞ ശേഷം പാലപ്പടിക്കൽ അമ്മയ്ക്കും മകനും ഒരു സ്വസ്ഥതയില്ലെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഞാനിടയ്ക്ക് ദീപമോളെ വിളിച്ചിരുന്നു. അതുകൊണ്ടോ? പോലീസ്. ഞാൻ പറഞ്ഞില്ലേ, അവരെന്റെ പുറകെ നടക്കുക. നിങ്ങൾ പൊയ്ക്കോ. അമ്മോ, ഞാനും പോവാ. ശരി, വേറൊന്നുമില്ലല്ലോ? ഇല്ല. എന്തുണ്ടായാലും എന്നെ അറിയിക്കണേ അർജുനേട്ടാ. ശരി. അമ്മേ, ഓ, ജയിലർ വന്നോ? ജയിലറോ? പിന്നെ ഏത് നേരവും ജയിലിൽ പോണാനാ ഞാനെന്താ മൈസൂരായിട്ടാന്ന് വിളിക്കണോ? ഇത്തവണ എന്താ നേരത്തേക്ക് പോന്നേ? അവിടുന്ന് വിട്ടതോ അതോ ചാടി പോന്നതോ? അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? വന്ന് കേറിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ആകെയുള്ള ഒരേ ഒരു സന്തതിയാ, അതിങ്ങനെ ആയിപ്പോയി. എന്നാ പ്രായമായ തള്ള ഒറ്റയ്ക്ക് വീട്ടിലാന്നോ അതിന് വല്ലതും വെച്ചുണ്ടാൻ കൊടുക്കണമെന്നോ വല്ല വിചാരം ഉണ്ടോ? വല്ലവന് വേണ്ടി തല്ലാനും വഴക്കുണ്ടാക്കാനും കള്ളവണ്ടി ഓടിക്കാനും ഇങ്ങനെ ഒരു ജന്മം. കണ്ടോ, വീട്ടിൽ കയറി വന്ന ഇതാ അവസ്ഥ. ഇതിലും ഭേദാ ജയില് തന്നെ. അതേടാ, നിനക്കിപ്പോ അവിടെ പിടിക്കൂ. അവിടുത്തെ പായിൽ കിടന്നാലേ ഉറക്കം വരൂ. അവിടുത്തെ കഞ്ഞിക്കേ രുചിയുണ്ടാവൂ. അയ്യോ അമ്മേ, ജയിലിലിപ്പോ കഞ്ഞിയൊന്നുമല്ല, നല്ല ഒന്നാം തരം ചപ്പാത്തിയും ചിക്കൻ കറിയാ. ഥൂ, അവന്റെ ഒരു ചപ്പാത്തിയും ചിക്കൻ കറി അത് തിന്നാനാണോടാ കൂടെ കൂടെ ജയിലിലോട്ട് കയറുന്നേ?
നിങ്ങൾ പൊയ്ക്കോ. ഇനി ഇവിടെ നിന്നാ അമ്മയുടെ വായിൽ നിന്ന് മുഴുവൻ കേൾക്കേണ്ടി വരും. ഞാൻ പോയേക്കാം. രഘു ഓർമ്മയുണ്ടല്ലോ, മുതലാളി പറഞ്ഞതുകൊണ്ട് മാത്രമാ നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത്. നാളെ തന്നെ നിന്നോട് കാഞ്ഞങ്ങാട് ചെല്ലാൻ മുതലാളി പറഞ്ഞിട്ടുണ്ട്. കാശ് പോലും തന്നിട്ടുണ്ടോ? എന്റെ കയ്യിലും തന്നിട്ടില്ല. നിന്നെ പുറത്തിറക്കി നാളെ തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ കൽപ്പന. എന്തിന്? പുറത്തോട്ട് ഇറങ്ങിയില്ലേ ഉള്ളൂ. 2 ദിവസം കഴിയട്ടെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? മുതലാളിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. മുതലാളിക്ക് വേണ്ടിയാ ഞാൻ ഈ ജയിലിൽ കയറുന്നതും അടി ഇടിയൊക്കെ മേടിക്കുന്നതും. അതിന്റെ ക്ഷീണമൊക്കെ ഒന്നും മാറാതെ അടുത്ത പരിപാടിക്ക് ഇല്ലാന്ന് നീ എന്ന് പറഞ്ഞേക്ക്. അല്ല പിന്നെ ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവുക. ആ, നിങ്ങൾ പോയിക്കോ. മോനെ രഘു, എന്തിനാടാ ഈ കുരുത്തംകെട്ട പണിക്കൊക്കെ പോകുന്നേ? അവരൊക്കെ വലിയ കാശുകാരാ, പലതും ചെയ്യിക്കും. പോലീസിന്റെ തല്ല് മുഴുവൻ നീ വേണ്ടേ കൊള്ളാൻ? വല്ല ഏനക്കേടും വന്ന് അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവൂ. ഇവരെല്ലാം കൈമലർത്തും. നീ ആ ഫാക്ടറിയിലെ പഴയ പണിക്ക് തന്നെ പോയാ 100-500 രൂപ കിട്ടില്ലേ? അതുപോലെ 2 ആൾക്ക് കഴിയാൻ. എന്നിട്ട് നീ ഒരു കല്യാണം കഴിച്ച്. ഓ, തള്ളയുടെ പയ്യാരം തുടങ്ങി. മനുഷ്യൻ ഒരു സമാധാനം തരില്ലെന്ന് വെച്ചാ മിണ്ടാതെ ഒരു മൂലയ്ക്ക് എങ്ങനെ ഇരുന്നോ? അതേടാ, എന്നെ വല്ല മൂലയ്ക്ക് ഇരുത്തിയാ മതി. പിന്നെ വലിയ താമസമില്ലാതെ കുഴിയിലോട്ട് എടുക്കാം. അപ്പൊ നിനക്ക് തൃപ്തി ആവുമല്ലോ. കുരുത്തം കണ്ടവൻ, പെറ്റ തള്ളെ കഷ്ടപ്പെടുത്തുന്ന നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. അമ്മ പ്രാഗിയാ ഗുണം പിടിക്കാതെ ആയത്. തിന്നാൻ പോലെ ഒരുപണ്ടാളേ എന്നിട്ട് വയ്യ. ജയിലിൽ നിന്ന് പോലീസെല്ലാം വയറ് നിറയെ തന്നല്ലേ വിട്ടത്? ചപ്പാത്തിയും ചിക്കൻ കറി. ആ, അതൊക്കെ ദഹിച്ചു പോയില്ലേ അമ്മേ? ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ. മോനെ, എനിക്ക് നേരം വെളുത്തോ? നേരം വെളുത്തൊന്നുമല്ല, വാതിൽ ആരോ മുട്ടുന്നു. മണി 2:30. ആരാ ഈ നേരത്ത്? ആരാന്ന് ചോദിച്ചിട്ട് വാതിൽ തുറന്നാ മതി. ആരാത്? നരേന്ദ്രൻ തമ്പി. വീടെങ്ങനെ കണ്ടുപിടിച്ചു? അതും ഈ രാത്രിയില്? വഴി പറഞ്ഞു തന്നിരുന്നല്ലോ സബ് ജയിലിൽ വെച്ച്. പിന്നെ ഒരു ഊഹം വെച്ചൊക്കെ പോകുന്നു. എങ്ങനെ എത്തി? പറയാം. എനിക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും തരണം. ആ, ആശുപത്രിയിൽ ചാടിയ പോലെ ഞാൻ അറിഞ്ഞു. എവിടെ നിന്ന് കിട്ടി ഈ പുതിയ വേഷം? അതൊക്കെ സംഘടിപ്പിച്ചോ? എന്താ ഉള്ള കഴിക്കാൻ? വിശന്നിട്ട് കാല് വിറയ്ക്കുക. അമ്മേ, എന്താ കഴിക്കാനുള്ളേ? ആരാ ഇത്? ഇന്നലെ ജയിലിൽ നിന്ന് ചാടിയ ആളാ. TV കണ്ട നരേന്ദ്രൻ തമ്പി. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാ. ഞാനാ ചാടാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തേ. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും? വിശന്നിട്ടല്ലേ? റെയിൽ പാളത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ചാടിയ ശേഷം പകലും മുഴുവൻ. കൽക്കരിയും കൊണ്ടുപോയ ഗുഡ്സ് ട്രെയിനിൽ രാത്രി ചാടി കയറി പറ്റി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലോ? അതൊക്കെ മുംബൈയിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളല്ലേ. അല്ലെങ്കിലും ഗുഡ്സ് പതുക്കെയല്ലേ. എന്നിട്ട് കാസർഗോഡിനടുത്ത് ഇറങ്ങി വെളുപ്പാങ്കാലം വരെ നടന്ന ആടൂരെത്തി. ഇന്നലെ പകല് മുഴുവനും ഒരു കശുമാവൻ തോട്ടത്തിൽ കിടന്നുറങ്ങി.
പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചതല്ലാതെ ഒരു വക കഴിച്ചിട്ടില്ല. രാത്രി ഇത്രയും നേരം നടന്നു ഓടിയേക്കാം ഇത്രത്തോടെത്തിയ. ഹോട്ടലിൽ കയറി വല്ലതും കഴിക്കാൻ പറ്റുമോ? ഇല്ല. വല്ല കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? അതുമില്ല. വിശന്നിട്ട് കാലുവറക്കായിരുന്നു. എത്ര മൈല നടന്നു തീർത്തേ. പോലീസ് പരക്കം പാഞ്ഞ് നടക്കുക നാടൊട്ടൊക്കെ. ഇയാളെ സംശയമുണ്ടോ? എന്നെ എന്തിനാ സംശയിക്കുന്നേ? സംശയം ഉണ്ടെങ്കിൽ ജാമ്യത്തിൽ വിടുവോ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇന്നലെ എന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു, ജാമ്യം കിട്ടി. ആരാ ജാമ്യത്തിലിറക്കി? എനിക്കതിനൊക്കെ ആളുണ്ട്. എനിക്കും ഇനി ആരെങ്കിലും വേണം സഹായത്തിന്. എന്ത് ചെയ്യാനാ പ്ലാൻ? ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. കുറ്റവാളികളെ പിടിക്കണം. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.